ഇന്ത്യയിൽ മാനേജ്മെന്റ് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകുന്നത് IIM-കളാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ഇന്ത്യയിലാകെ 21 IIM-കളാണുള്ളത്. ഡിഗ്രി പഠനത്തിനു ശേഷം IIM-കളിൽ MBA ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട്. സാധാരണഗതിയിൽ ഡിഗ്രി പഠനത്തിനു ശേഷം CAT എക്സാം എഴുതി അതിനുശേഷമാണ് IIM-ൽ അഡ്മിഷൻ നേടുന്നത്. ഇപ്പോഴിതാ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് IIM-കളിലേക്ക് നേരിട്ട് 5 വർഷ കാലാവധിയുള്ള ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സിലേക്കുള്ള ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ആകെ 21 IIM-കൾ ഉണ്ടെങ്കിലും ആകെ 5 IIM-കളിൽ മാത്രമാണ് IPM എന്ന് പറയുന്ന കോഴ്സിന് അവസരമുള്ളത്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന 5 വർഷ കോഴ്സ് ലഭ്യമായ IIM-കളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി IIM ഇൻഡോർ, IIM റോത്താക്ക്, IIM റാഞ്ചി, IIM ജമ്മു, IIM ബോധ്ഗയ. ഈ 5 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുമുള്ള അഡ്മിഷൻ എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തപ്പെടുന്നത്. IIM ഇൻഡോർ നടത്തുന്ന എക്സാമിന് നമ്മൾ പറയുന്ന പേരാണ് IP MAT എന്ന് പറയുന്നു. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ്. ഈ ഇൻഡോർ നടത്തുന്ന എക്സാം റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് IIM റാഞ്ചിയിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. അതേസമയം IIM റോത്താക്ക് സെപ്പറേറ്റ് ആയ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ IIM ജമ്മു, ബോധ്ഗയ എന്നിവ ജിപ്മാറ്റ് എന്ന് പറയുന്ന NTA നടത്തുന്ന എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ടിൽ നിന്നാണ് അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡോർ നടത്തുന്ന 5 വർഷ കാലയളവിലുള്ള IPM പ്രോഗ്രാമിലേക്കുള്ള ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. മാർച്ച് 27, 2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എക്സാം നടത്തുന്നത് മെയ് 12, 2025 ഇന്ത്യയിലുടനീളം 37 സിറ്റീസിൽ എക്സാം സെൻറ്റേഴ്സ് ലഭ്യമാണ്. ഇനി നമുക്ക് എന്താണ് ഈ എക്സാം എഴുതുന്നതിനുള്ള എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓഗസ്റ്റ് 1, 2005 ശേഷം ജനിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേസമയം SC, ST, PWD വിഭാഗത്തിലുള്ളവർക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി ക്വാളിഫയിങ് എക്സാം പരിഗണിക്കുകയാണെങ്കിൽ +2 ആണ് അടിസ്ഥാന യോഗ്യത. 2023, 2024 അതല്ല 2025 +2 അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഈ എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഓൺലൈനായി ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിനുമായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് IIMIDR.ac.in എന്നുള്ളതാണ്. മാർച്ച് 27, 2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ജനറൽ വിഭാഗത്തിന് 4130 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC, ST, PWD വിഭാഗത്തിലുള്ളവർക്ക് 2065 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. ഇനി എന്താണ് ഇവിടത്തേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് IPM ഇൻഡോറിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ. ഇന്ത്യയിലുടനീളം 37 സെൻറ്റേഴ്സിലായിട്ടാണ് എക്സാം നടത്തപ്പെടുന്നത്. ഇനി കേരളത്തിലെ എക്സാം സെൻറ്റേഴ്സ് പരിഗണിക്കുകയാണെങ്കിൽ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. എക്സാം നടത്തപ്പെടുന്നത് മെയ് 12, 2025 ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4 വരെയുള്ള സമയങ്ങളിലാണ് എക്സാം നടത്തപ്പെടുന്നത്. ഇനി നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ പാറ്റേൺ ഒന്ന് പരിശോധിക്കാം. ഈ ഒരു എക്സാമിന് പ്രധാനമായും 3 പാർട്ടുകളാണുള്ളത്. ആദ്യത്തെ പാർട്ടിന് പറയുന്ന പേര് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. രണ്ടാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ഷോർട്ട് ആൻസർ ടൈപ്പ്. മൂന്നാമത്തേത് വെർബൽ എബിലിറ്റി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അതായത് 40 മിനിറ്റിൻ്റെ 3 സെക്ഷൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ 2 സെക്ഷൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, 1 സെക്ഷൻ ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് 4-1 എന്ന രീതിയിലാണ് മാർക്കിംഗ് ലഭിക്കുക. അതേസമയം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ്റെ മാർക്കിംഗ് സ്കീം ഇങ്ങനെയാണ്: 4-0 എന്നുള്ളതാണ്. അതായത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യന് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഒരു മികച്ച സ്കോർ നേടുന്ന വിദ്യാർത്ഥികളെ മാത്രമേ അവർ പേഴ്സണൽ ഇൻ്റർവ്യൂവിനായി ക്ഷണിക്കുകയുള്ളൂ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 65% വെയിറ്റേജും പേഴ്സണൽ ഇൻ്റർവ്യൂവിന് 35% വെയിറ്റേജും നൽകിയാണ് ഫൈനൽ സ്കോർ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭ്യമായ റിസർവേഷനെ കുറിച്ച് പരിഗണിക്കാം. 27% സീറ്റ് നോൺ ക്രീമി ലെയറിലുള്ള OBC വിഭാഗത്തിന് റിസർവ് ചെയ്തിരിക്കുന്നു. 15% ഷെഡ്യൂൾഡ് കാസ്റ്റ്, 7.5% ഷെഡ്യൂൾഡ് ട്രൈബിനും, 10% എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS വിഭാഗത്തിനും, 5% PWD കാറ്റഗറിക്കുമായാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. 2025 ആരംഭിക്കുന്ന IPM കോഴ്സിൻ്റെ ഡൊമസ്റ്റിക് വിഭാഗത്തിലുള്ള സീറ്റ് എന്ന് പറയുന്നത് ആകെ 150 സീറ്റുകളാണുള്ളത്. ഇത്തരത്തിൽ
IIMകളിൽ 5 വർഷ കാലാവധിയുള്ള ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ആദ്യമായി സ്ഥാപിതമായത് 2011 IIM ഇൻഡോറിലാണ്. 2025 മുതൽ 2030 വരെയുള്ള കാലയളവുള്ള ഈ 5 വർഷ പ്രോഗ്രാമിൽ ആദ്യ 3 വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് BA ബിരുദമാണ്, അതായത് ബാച്ചിലർ ഓഫ് ആർട്സ്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം, ഫൗണ്ടേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ലഭിക്കുക. മറ്റ് ചില IIMകളിൽ അവർ BBA MBA പ്രൊവൈഡ് ചെയ്യുമ്പം IIM ഇൻഡോർ നിങ്ങൾക്ക് നൽകുന്നത് BA MBA എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. 4-5 വർഷ കാലയളവിൽ CAT എക്സാം എഴുതി ഡിഗ്രി പഠനത്തിനു ശേഷം ഒരു വിദ്യാർത്ഥി നേടുന്ന MBAയും അതുപോലെ തന്നെ IPM പ്രോഗ്രാമിലെ അവസാന 2 വർഷങ്ങളുടെയും സിലബസും ക്ലാസ് റൂമുകളും ഒരുപോലെ തന്നെയാണ്. ഈ 5 വർഷ കാലയളവിലെ പ്രോഗ്രാമിൽ ആദ്യ 3 വർഷം, അതായത് BA എന്ന് പറയുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾ പ്രധാനമായും പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഇവയാണ്: മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, സൈക്കോളജി, പൊളിറ്റിക്കൽ സ്റ്റഡീസ്, അതുപോലെ തന്നെ ലാംഗ്വേജ്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം, ഇംഗ്ലീഷ് മാത്രമല്ല ഫ്രഞ്ച്, സ്പാനിഷ്, ജർമ്മൻ തുടങ്ങിയ ഫോറിൻ ലാംഗ്വേജസും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതുകൂടാതെ സോഫ്റ്റ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഇനി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ പ്രധാന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ, എക്കണോമിക്സ്, ഫിനാൻസ്, അക്കൗണ്ടിങ്, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, ഇൻഫർമേഷൻ സിസ്റ്റം, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി, റൂറൽ ഇമ്മേഴ്സ്മെൻറ്റ് പ്രോഗ്രാം, ഇങ്ങനെ അനവധി ടോപ്പിക്കുകൾ നിങ്ങൾ ഈ 5 വർഷ കാലയളവിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. മാനേജ്മെൻറ്റ് മേഖലയിൽ മികച്ച ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങളാണ് ഇത്തരത്തിലുള്ള IPM പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് തരുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിനു ശേഷം MBAക്ക് അഡ്മിഷൻ എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും മികച്ച ഒരു ഓപ്ഷനാണ് ആദ്യ കാലയളവ് മുതൽ ഏറ്റവും നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നിൽ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇന്ന് IPM പ്രോഗ്രാമുകൾക്ക് ലഭിച്ചു വരികയാണ്. ഈ ഇൻഡോർ നടത്തുന്ന IPMATൻ്റെ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റനേകം യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ നേടാൻ നിങ്ങൾക്ക് സാധിക്കും. IIM റാഞ്ചിയിലെ അഡ്മിഷൻ പൂർണ്ണമായും ഇൻഡോർ നടത്തുന്ന ഈ എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതുകൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, നൽസർ യൂണിവേഴ്സിറ്റി, നിർമ്മ യൂണിവേഴ്സിറ്റി, അലയൻസ് യൂണിവേഴ്സിറ്റി എന്ന് തുടങ്ങി അനേകം യൂണിവേഴ്സിറ്റികളിൽ ഈ എൻട്രൻസ് എക്സാമിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. IIM ഇൻഡോർ നടത്തുന്ന ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഓൺലൈനായി ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിനുമായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് iimidr.ac.in. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.